ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അക്രോമെഗലി, ഡയബറ്റിസ് മെലിറ്റസ്, വാമനത്വം. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഈ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം ആക്ച്വലി പ്രമേയമാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്നറിയപ്പെടുന്ന രോഗം പ്രമേയമാണ്. അപ്പൊ ഇൻസുലിൻ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ടൈപ്പ് 1. അതായത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അകത്തുണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ഏതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 2 ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 കാരണമാകുന്നുണ്ട്. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 കാരണമാകുന്നുണ്ട്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ലോക പ്രമേഹ ദിനം നവംബർ 14 നീലവൃത്തമാണ് ഇതിന്റെ ലോഗോ. നവംബർ 14 ലോക പ്രമേഹ ദിനം. നീലവൃത്തമാണ് ഇതിന്റെ ലോഗോ. ലോക ആരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 14 ലോക പ്രമേഹ ദിനം. ഇനി അടുത്തതായിട്ട് അക്രോമെഗലി എന്ന് പറയുന്ന രോഗമായാലും വാമനത്വമായാലും ഭീമാകാരത്വം ആയാലും എല്ലാം ഏതിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആധിക്യം മൂലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ, അതായത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺ, ശരീര വളർച്ച ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് പീറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിനകത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം, അമിതമായ ശരീര വളർച്ച, ഭീമാകാരത്വം. ഉൽപാദനം കുറയുന്നത് മൂലമാണ് വാമനത്വം ഉണ്ടാകുന്നത്. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിക്കുന്ന അവസ്ഥ വാമനത്വമാണ്. ഇനി വളർച്ചാ ഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ആണ് അക്രോമെഗലി എന്ന് പറയുന്നത്. വളർച്ചാ ഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമാണ് അക്രോമെഗലി. അതെല്ലാം സൊമാറ്റോട്രോപ്പിന്റെ ആധിക്യമോ അല്ലെങ്കിൽ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന രോഗങ്ങൾ ആണ്. ഇനി അടുത്തത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയില് ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടുതൽ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞത്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടുതൽ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആണ് കൂടെയുള്ള മൂത്രവിസർജനവും കൂടിയ ദാഹവും. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, കാർബൺ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. ഹീമോഗ്ലോബിൻ്റെത് ഏതാണ്? ഇരുമ്പാണ്. അപ്പം ഹീമോഗ്ലോബിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ്. എത്രയാണ്? 4 പ്രോട്ടീന്റെ ഇഴകളും അതുപോലെ തന്നെ ഹീം എന്ന് പറഞ്ഞിരിക്കുന്ന ഇരുമ്പടങ്ങിയ ഇതൂടെ ചേർന്നിട്ടാണ് എന്തിന്റെ ഘടന? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹീമോഗ്ലോബിൻ 4 പ്രോട്ടീനും ഉണ്ട്, ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ പ്രധാനപ്പെട്ട ഘടകമാണ് ഇരുമ്പെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് തന്നെ ഹീമിലെ ഇരുമ്പുമായിട്ടാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഹീമിലെ ഇരുമ്പുമായിട്ടാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഈ RBCയില് രക്താണുക്കളെ അല്ലെങ്കിൽ അരുണ രക്താണുക്കളിലെ ഓക്സിജനെ സംവഹനം ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ. RBCയിലെ
ഓക്സിജനെ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓക്സിജൻ തന്മാത്രകൾ. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആരോഗ്യമുള്ള പുരുഷന്റെ 100 മില്ലി ലിറ്റർ ബ്ലഡില് ഹീമോഗ്ലോബിന്റെ അളവ് ശരാശരി 15 ഗ്രാം ആണ്. ആ പുരുഷന്റേതാണെങ്കിൽ 100 ml 15 ഗ്രാം ആണ് ആവറേജ് കാണുന്നത്. സ്ത്രീയിലാണെങ്കിൽ ശരാശരി 13 ഗ്രാം ആണ് 100 ml ബ്ലഡിൽ കാണുന്ന ഹീമോഗ്ലോബിന്റെ അളവ്. രക്തത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. സ്കൂളുകളിൽ ഇങ്ങനെ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് WIFS എന്ന് പറഞ്ഞത്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് WIFSന്റെ പൂർണ്ണരൂപം. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താ? സ്ഫിഗ്മോമാനോമീറ്റർ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്ഫിഗ്മോമാനോമീറ്റർ, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ലാക്ടോമീറ്റർ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെതസ്കോപ്പ് ആണെങ്കിൽ ഹൃദയമിടിപ്പ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെതസ്കോപ്പ് ആണ് എങ്കിൽ ഹൃദയം ഇടിപ്പ് അളക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. തെർമോമീറ്റർ താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. തെർമോമീറ്റർ ആണെങ്കിൽ താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോ എൻസഫലോഗ്രാം, EEG എന്ന് പറയുന്ന സംഭവം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറഞ്ഞത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. ECG ആണെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ECG യൂസ് ചെയ്യുന്നത്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങൾ ECGയും, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളാണെങ്കിൽ EEGയും ഓർത്ത് വെച്ചിരിക്കണം. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടൊന്ന് പഠിക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാ പരീക്ഷകൾക്കും വന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ്. അതായത് ഹൃദയസ്പന്ദനം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? 72 തവണയാണ് ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചമാണെങ്കിൽ സിസ്റ്റളി ആണ്. ഹൃദയ അറകളുടെ വിശ്രമ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയസ്റ്റളി എന്നാണ് പറയുന്നത്. വിശ്രമ അവസ്ഥയ്ക്ക് എന്തെന്ന് പറയുന്നുണ്ട്? ഡയസ്റ്റളി എന്ന് പറഞ്ഞു. സിസ്റ്റളി പ്രഷർ 120 mm ആണ്. 120 mmHg ആണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടാറുള്ള രക്തത്തിന്റെ അളവും BYQ ഏകദേശം 70 ml ബ്ലഡ് ആണ് ഓരോ പ്രാവശ്യവും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നത് 70 ml ആണ്. ഇനി ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റളിക് പ്രഷർ 80 mmHg ആണ്. ഡയസ്റ്റളിക് പ്രഷർ 80 mmHg ആണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിന് പറയുന്ന പേര് പൾസ് എന്നാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനെ
പൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ സിസ്റ്റളിക് മർദ്ദവും ഡയസ്റ്റളിക് മർദ്ദവും ചേർന്നാണ് ഒരാളുടെ രക്തസമ്മർദ്ദം അളക്കുന്നത്. അപ്പൊ ആ രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമായിട്ടാണ് നമ്മളിപ്പം സ്വിഗ്മോ മാനോമീറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്തസമ്മർദ്ദത്തിനകത്ത് സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും കൂടെ ചേർത്തിട്ടാണ് നോക്കുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബിപിയുടെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 120/80 mm/Hg ആണ്. 120/80 ഇങ്ങനെയാണ് എഴുതുന്നത്, 80 mm/Hg ആണ്. ഇനി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിനേക്കാൾ കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷന്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരുന്നുണ്ട്? ഈ റേറ്റിനേക്കാളും താണു വരുന്നതിനെയാണ് ഹൈപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉയർന്നതാണെങ്കിൽ ഹൈപ്പറും താണതാണെങ്കിൽ ഹൈപ്പോ എന്നും ഓർത്തു വെച്ചേക്കാം. അടുത്തത്, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? അതിരോസ്ക്ലിറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, പ്രമേഹം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. പ്രമേഹമാണ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് അതിരോസ്ക്ലിറോസിസും പക്ഷാഘാതം, ഹൃദയാഘാതം എന്നിവ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇല്ലാത്തതാണ് പ്രമേഹം വന്നിരിക്കുന്നത്. അതന്നെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്കകത്ത് പ്രത്യേകം SCRT കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഹൃദയാഘാതം നമ്മൾ ആദ്യം ഒന്ന് നോക്കാം. ഹൃദയത്തിലേക്ക് രക്തം എത്തുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഏതാണ്? അതാണ് ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇനി BP, അതും ഏത് മൂലം ആണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന കൊഴുപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഹൈ BP ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമാണ്. പക്ഷാഘാതം എന്ന് പറഞ്ഞത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് ആക്ച്വലി പക്ഷാഘാതം ഉണ്ടാകുന്നത്. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾക്കിവിടെ അതിരോസ്ക്ലിറോസിസും എന്ത് തന്നെ ആണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിരിക്കുന്നതും എവിടെ കൊഴുപ്പിന്റെ ഇതുമൂലം ഉണ്ടാകുന്നതാണ്? കരളിൽ കൊഴുപ്പിന്റെ അടിഞ്ഞുകൂടുന്നത് മൂലം ആണ്. കരളിൽ കൊഴുപ്പടിയുന്നത് മൂലം ഫാറ്റി ലിവർ. പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഹൈ BP ഉണ്ടാകുന്നത് രക്തധമനികളുടെ കൊഴുപ്പടിഞ്ഞ് വ്യാസം കുറയുന്നത് മൂലം. ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 3 കാരണങ്ങളും അതിരോസ്ക്ലിറോസിസും പക്ഷാഘാതവും ഹൃദയാഘാതവും കൊഴുപ്പിന്റെ അളവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. ഇതിനകത്ത് ബന്ധമില്ലാത്ത രോഗമാണ് ഏത്? പ്രമേഹം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള HIV രക്തകോശങ്ങളെ ബാധിക്കുന്നത്. അപ്പൊ എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള HIV ന്യൂട്രോഫില്, മോണോസൈറ്റ്, ലിംബോസൈറ്റ്, ബേസോഫിൽ. ഇതാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ലിംബോസൈറ്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഏതാണ്? ലിംബോസൈറ്റുകളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി, ലിംബോസൈറ്റ്. അപ്പം പല രീതിയിലുള്ള ലിംബോസൈറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ലിംബോസൈറ്റുകൾ പ്രധാനമായിട്ടും ഈ രൂപപ്പെടുന്നത് B ലിംബോസൈറ്റ്സ് ഒക്കെ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ഇനി തൈമസ് ഗ്ലാൻഡിൽ വെച്ച് രൂപപ്പെടുന്നതുകൊണ്ട് T ലിംബോസൈറ്റ്സ്. അപ്പൊ ലിംബോസൈറ്റുകൾ നോർമലി അസ്ഥിമജ്ജയിലും തൈമസിലും വെച്ചിട്ടാണ് രൂപപ്പെടുന്നത്. അസ്ഥിമജ്ജയിൽ വെച്ച് രൂപപ്പെടുന്നതിനെ B ലിംബോസൈറ്റും തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാണെങ്കിൽ T ലിംബോസൈറ്റ് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇനിയും ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം. അതായത് പ്രത്യേകമായിട്ട് പ്രതിരോധം കൊടുക്കുന്നത് അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നതാണ്. പ്രത്യേക പ്രതിരോധം നടത്തുന്നത് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയും. അതായത് ഓരോ ആന്റിജനെയും തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഡിഫൻസ്. അത് നടത്തുന്നത് ഈ അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്ന ലിംബോസൈറ്റുകൾ ആണ്. ലിംബോസൈറ്റുകൾ. ഇപ്പൊ പിന്നെ ലിംബോസൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്
പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ വൈ ആകൃതിയിലുള്ള പ്രോട്ടീൻ ഒക്കെയാണ് വരുന്നത്. അതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബി ലിംബോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായിട്ടുള്ള ആന്റിബോഡികൾ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആരാണ്? ബി ലിംബോസൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായിട്ടുള്ള ആന്റിബോഡികളാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു, മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഇതെല്ലാം പല പ്രാവശ്യമായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ലിംബോസൈറ്റ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള HIV എന്ന് പറഞ്ഞിരിക്കുന്ന രക്തകോശങ്ങളെയൊക്കെ ബാധിക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതാണ്, എന്നാലും ഹോപ്പ് എന്നോട് പറഞ്ഞേക്കാം. അതായത് പഠനം പാതി വഴിയിൽ മുടങ്ങുകയോ പരാജയപ്പെടുകയോ ചെയ്തവർക്ക് SLC+2 പരീക്ഷകൾക്ക് സൗജന്യമായി തുടർ പഠനം നടത്തുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡുമായി റിലേറ്റ് ചെയ്ത് WIFS പഠിച്ചു. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് ഫുൾ ഫോം. ഹോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനം പാതി വഴിയിൽ മുടങ്ങുകയോ പരാജയപ്പെടുകയോ ചെയ്തവർക്ക് SLC+2 പരീക്ഷകൾ സൗജന്യമായി തുടർ പഠനം നടത്തുന്നതിനുള്ള കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ആണ് രോഗമിത്ര, സഹേലി, സ്പർശ്, ബാലമിത്ര. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബാലമിത്ര ആണ്. ബാലമിത്ര അതായത് അംഗൻവാടി കുട്ടികൾക്കായിട്ടുള്ള കുഷ്ഠരോഗ നിർണയ പരിപാടിയായിട്ടാണ് ബാലമിത്രയെ അവതരിപ്പിച്ചത്. അങ്കണവാടി കുട്ടികൾക്കായിട്ടുള്ള കുഷ്ഠരോഗ നിർണയ പരിപാടി ആണ് ബാലമിത്ര എന്ന് പറയുന്നത്. 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ബാലമിത്രയുടെ 2.0 ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ആണ്. ഇനിയും ഇത് ക്യാമ്പ് 2023 ഈ ഒരു ക്യാമ്പ് നടത്തിയത്. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്യാമ്പ് നടത്തിയതെന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി സ്പർശ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തോടനുബന്ധിച്ച് ജില്ലാതലത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ആണ് സ്പർശ് എന്ന് പറയുന്നത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ്, ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് സ്പർശ് എന്ന് പറഞ്ഞത്. സ്പർശ്. ഇനി സഹേലി എന്ന് പറഞ്ഞിരിക്കുന്നത് അധസ്ഥിതരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമഗ്ര വികസനത്തിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഗവേഷണ സംരംഭം ആണ് സഹേലി എന്ന് പറയുന്നത്. അധസ്ഥിതരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമഗ്ര വികസനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തന ഗവേഷണ സംരംഭം ആണ് സഹേലി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് 61/2024 അപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ ഇത് 18 19 പിന്നെ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും കണ്ടന്റുകൾ ഇപ്പൊ ഏകദേശം 2000-ഓളം കണ്ടന്റ്സ് നമ്മൾ ഇതിനകത്തൂടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും കണ്ടു കഴിഞ്ഞാൽ തന്നെ പഠിക്കാനുള്ളതിന്റെ ഒരു 20% നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കവേർഡ് ആയിട്ട് കിട്ടും. അതാണ് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ ഓഫ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 75 ക്വസ്റ്റ്യന്റെയും നമ്മൾ കവർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാ ഈ ഒറ്റ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറിൽ അത് കിട്ടുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.